ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചന്ദനക്കാവ് എന്ന ക്ഷേത്ര സമുച്ചയത്തിലാണ്. ക്ഷേത്ര സമുച്ചയം എന്ന് പറയാൻ കാരണം ഇവിടെയുള്ളത് ഒരു ക്ഷേത്രമല്ല, ഒരുപാട് ക്ഷേത്രത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു കാവാണിത്. 18 മൂർത്തികളുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ടെന്നാണ് കേട്ടോ വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പോകുന്നത്. പക്ഷെ എല്ലാവരും ഒന്ന് പോയി കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. എന്താ പറയാ, അത്രത്തോളം പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സുഖപ്രസവമായിരിക്കും എന്നാണ് ഒരു വിശ്വാസം. അതുപോലെ പ്രസവശേഷം കുഞ്ഞുമായിട്ട് വന്ന് തൊഴുകയും ചെയ്യാറുണ്ട്. ഈറ്റില്ലത്തമ്മയ്ക്ക് കറുത്ത പട്ട് സമർപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഇവിടെ. എല്ലായിടത്തും ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒരേ മണ്ണിൽ തന്നെ ഇത്രയധികം ഉപദേവതകളുള്ള ഒരു ക്ഷേത്രം പൊതുവെ കുറവാണ്. പിന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പേഴ്സണലി എന്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ, ഏതൊരു അമ്പലത്തിൽ ചെല്ലാനാണെങ്കിലും പ്രാർത്ഥിക്കാനാണെങ്കിലും അവിടെ നിന്ന് കാണാനാണെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ മാത്രം പോരാ, നമ്മൾ വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല. അത് ആ ഒരു എന്താ പറയാ, ആ ഒരു മൂർത്തിയും കൂടെ മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലാനും പ്രാർത്ഥിക്കാനും കാണാനും ഒക്കെ സാധിക്കുള്ളൂ. ഇതാണ് അവിടുത്തെ അമ്പലക്കുളം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ തിരക്കും ബഹളമൊന്നുമില്ല, നല്ല ശാന്തമായിട്ട് കിടക്കുമായിരുന്നു. അതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് ആ അമ്പലത്തിൽ ചെല്ലുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായാലും നമ്മൾ വിചാരിക്കും ആ ഒരൊറ്റ ദേവീക്ഷേത്രം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് തൊഴുത് നമ്മൾ പോരും. എൻ്റെ ഫ്രണ്ടിന് അങ്ങനെയാ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അവൾ അറിഞ്ഞത് ഇതുപോലെ ഒരുപാട് അമ്പലങ്ങൾ ചുറ്റുമുണ്ടെന്നും. അങ്ങനെ അവൾ സെക്കൻഡ് ടൈം പോയപ്പോഴാണ് അവൾക്ക് അത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാമത് പോയ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് എല്ലാ സ്ഥലവും കാണാനും തൊഴാനും എന്താ പറയാ, എല്ലാ ഭംഗിയും അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. അക്ഷരലോകത്തേക്ക് നമ്മളെ നയിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇവിടെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നടത്തുന്ന ഒരു വഴിപാടാണ് മരുന്നുകുഴമ്പ്. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിനും ബുദ്ധിശക്തിക്കും നല്ലതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത്രയധികം വിഷ്വലിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഭംഗിയുണ്ട് ആ ഓരോ ക്ഷേത്രത്തിനും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവാം സേവ് ദ ഡേറ്റിനും മറ്റുമൊക്കെ ആൾക്കാർ ഒരുപാട് ഇവിടെ വരാറുണ്ട്. എനിക്ക് ഈ അമ്പലത്തിൽ ചെല്ലാൻ കിട്ടിയ ചാൻസ് അതെന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്രത്തോളം നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു, എന്താ പറയാ, അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ഇത്രയുള്ള അപ്പൊ വീഡിയോ. ബൈ.